ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്നും ഗുരു തരുന്ന രാമായണ സന്ദേശം കേൾക്കാം. രാമായണ സന്ദേശം കേൾക്കുന്നതിന് മുമ്പേ രാമഭക്തനായ ഹനുമാൻ സ്വാമിയെ കുറിച്ചറിയാം. ഹനുമാൻ സ്വാമി ജ്ഞാനത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും സാഗരമാണെന്നറിയാം. അതിനുള്ളൊരു ഉദാഹരണം പറയാം. ഋഷ്യമുഖാചലത്തിൽ വെച്ച് ഹനുമാൻ ആദ്യമായി രാമലക്ഷ്മണന്മാരെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ സംഭാഷണ ചാതുരി കൊണ്ടും ഹനുമാൻ രാമന്റെ ഹൃദയം കവർന്നു. ഹനുമാന്റെ ശബ്ദശുദ്ധി, വാക്കുശലത, വേദജ്ഞാനം, സ്വഭാവമഹിമ തുടങ്ങിയ ഗുണങ്ങളെ പ്രശംസിച്ചും കൊണ്ട് ശ്രീരാമൻ ഹനുമാന്റെ ജ്ഞാനത്തെക്കുറിച്ച് ലക്ഷ്മണനോട് ഇങ്ങനെ പറയുന്നതായി വാത്മീകി രാമായണത്തിലുണ്ട്. ലക്ഷ്മണ, ഋഗ്വേദവും യജുർവേദവും സാമവേദവും പഠിക്കാത്തവന് ഇങ്ങനെ സംഭാഷണം ചെയ്യാനാകില്ല. ഈ ദൂതൻ ശബ്ദശുദ്ധിയോടെ ഹൃദയാഹ്ലാദമായി മംഗളവാക്യങ്ങൾ ചൊല്ലുന്നതുകൊണ്ട് ശത്രുവിന് പോലും അവനോട് ആദരവ് തോന്നും എന്നാണ് പറഞ്ഞത്. ഹനുമാൻ സ്വാമി സകല സദ്ഗുണ സമ്പന്നനാണ്. ഹനുമാൻ സ്വാമി സകല സദ്ഗുണ സമ്പന്നനാണ്. ഹനുമാൻ സ്വാമി ഒരു ഉത്തമ ശിഷ്യനും കൂടിയാണെന്ന് ഗുരു പറയുന്നു. എന്താണ് ഗുരു പറയാൻ കാരണം? ഒരു ഉത്തമ ശിഷ്യൻ ഗുരുവിനെ അനുസരിക്കുകയും കൂടുതലായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് വിവേകത്തോടെ പെരുമാറുകയും ചെയ്യുന്നു. ഇതിന് ഏറ്റവും മികച്ച ദൃഷ്ടാന്തം ഹനുമാൻ സ്വാമിയാണ്. ലങ്കയിൽ ഹനുമാൻ ഔചിത്യപൂർവം ചെയ്ത പ്രവൃത്തികൾ വിശദീകരിച്ചു. സീതയെ കണ്ടെത്തണം, ശ്രീരാമന്റെ അങ്കുല്യവും നൽകി സന്ദേശം അറിയിക്കണം. ലങ്ക മുഴുവൻ സഞ്ചരിച്ചു, നിരീക്ഷിച്ചു. തൻ്റെ പ്രഭുവായ ശ്രീരാമന്റെ മഹത്വത്തെ പഥ്യമായ വാക്കുകളിലൂടെ രാക്ഷസരാജനായ രാവണനെ അറിയിച്ചു. സീതയെ രാമന് തിരിച്ചു കൊടുക്കാൻ ഉപദേശിച്ചു. തന്നെ നിന്ദിക്കാനായി വാലിൽ തീ കൊളുത്തിയപ്പോൾ അത് തൻ്റെ ബലവും പരാക്രമവും കാണിക്കുവാനുള്ള ഒരു അവസരമാക്കി മാറ്റി. രാമദൂതന്റെ ശക്തി ഇത്രയുണ്ടെങ്കിൽ ജഗദീശ്വരനായ രാമന്റെ ശക്തി എത്രയായിരിക്കും എന്ന് ചിന്തിച്ച് രാവണന് വീണ്ടും വിചാരത്തിനുള്ള വഴിയും കൂടി ഒരുക്കി. ഇതാണ് ഉത്തമനായ ഒരു ശിഷ്യൻ ചെയ്യേണ്ടത് എന്ന് ഗുരു പറഞ്ഞു. ഓരോ ശിഷ്യനും ഗുരുവിൻ്റെ ദൂതനാണ് എന്ന് ഹനുമാന്റെ ദൃഷ്ടാന്തം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് രാമായണ സന്ദേശത്തിലേക്ക് കടക്കാം. നമുക്കിന്ന് രാജ്യധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാം. ശ്രീരാമചന്ദ്രന്റെ ചരിതമാണ് രാമായണം. രാമൻ ധർമ്മമൂർത്തിയാണ്. സത്യം മാത്രം പറയുന്നവനാണ്. ജിതേന്ദ്രിയനാണ്, മധുരഭാഷയാണ്, വിനയശീലനാണ്, വീരനും ധീരനുമാണ്, പോരിൽ അജയ്യനുമാണ്. സർവശാസ്ത്രങ്ങളും പഠിച്ചവനാണ്. സുന്ദരനും ലക്ഷണമൊത്തവനുമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവനാണ്. അങ്ങനെ നീളുന്നു രാമന്റെ ഗുണങ്ങൾ. രാമൻ എന്നും ധർമ്മത്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്. വേദനാജനകമായ ജീവിത പരീക്ഷണങ്ങളിൽ ഒരിക്കൽ പോലും രാമൻ ധർമ്മം കൈവെടിഞ്ഞില്ല. ധർമ്മത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ രാമൻ സദാ സന്നദ്ധനായിരുന്നു. ഇത്രയും ധർമ്മിഷ്ഠനായ രാമൻ എന്തുകൊണ്ട് സീതയെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചേക്കാം. രാമൻ ഭർത്താവ് മാത്രമല്ല രാജാവ് കൂടിയാണ് എന്നാണ് അതിനുത്തരം. ഒരു രാജാവിന് വ്യക്തിധർമ്മത്തെക്കാൾ കുടുംബധർമ്മത്തെക്കാളും മേലെയാണ് രാഷ്ട്രധർമ്മം. രാജാവിന് മുഖ്യം പ്രജകളുടെ ക്ഷേമമാണ്. പ്രജകളുടെ നാഥനാണ് രാജാവ്. രാജാവിനെ കുറിച്ച് പ്രജകളുടെ മനസ്സിൽ സംശയത്തിൻ്റെ നിഴൽ പോലും വീഴരുതെന്ന് രാമന് നിർബന്ധമുണ്ടായിരുന്നു. അതിനാലാണ് രാജാവെന്ന നിലയിൽ ഒരു അലക്കുകാരന്റെ വാക്കിന് പോലും രാമൻ അത്രയും വില കൽപ്പിച്ചത്. രാജ്യത്ത് ധർമ്മം നിലനിൽക്കണമെങ്കിൽ രാജാവ് മാതൃകയായിരിക്കണം. ഭർത്താവിൽ നിന്നകന്ന് മറ്റൊരു പുരുഷന്റെ തടവറയിൽ കഴിഞ്ഞ ഭാര്യയെ വീണ്ടും സ്വീകരിച്ചു എന്ന കുറ്റമാണ്
അലക്കുകാരൻ രാമനിൽ ആരോപിച്ചത്. സീതയുടെ പാതിവ്രത്യത്തിൽ രാമനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സീതയെ പിരിയുക എന്നത് രാമന് ദുസ്സഹമായ വേദന തന്നെയായിരുന്നു. എന്നാൽ രാജ്ഞിയുടെ പരിശുദ്ധിയിൽ പ്രജകൾ സംശയിക്കുന്നൊരു സാഹചര്യം നിലനിന്നാൽ ജനങ്ങളുടെ ധാർമ്മികതയ്ക്ക് തന്നെ കോട്ടം സംഭവിക്കും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടാകും. രാജാവുമായ ഞാൻ രാജ്യത്തിന് തെറ്റായ മാതൃകയാകരുത് എന്ന നിർബന്ധത്താലാണ് രാമൻ സീതയെ വനത്തിലയക്കുന്നത്. ഇതിലൂടെ രാമൻ സീതയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക കൂടിയാണ് ഉണ്ടായത്. അത് രാമനും സീതയ്ക്കും അറിയാം. ഗർഭകാലത്ത് തപസ്സികളോടൊപ്പം ആശ്രമങ്ങളിൽ കഴിയാൻ സീത ആഗ്രഹിച്ചിരുന്നു. ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നത് പണ്ടു മാത്രമല്ല, ഇന്നും നിലവിലുള്ളതാണ്. ഗർഭിണികൾ ഇത്രമാസം കഴിഞ്ഞാൽ പെണ്ണിനെ വീട്ടുകാർ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക എന്ന ഒരു ചടങ്ങ് തന്നെയുണ്ട്. ഗർഭകാലത്ത് സ്ത്രീ സന്തോഷവതിയായിരിക്കണം. മനസ്സിന് ഒരു വിഷമവും നൽകുവാൻ പാടില്ല. അവൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രദ്ധിക്കണം. അവൾ ആഗ്രഹിക്കുന്ന പലഹാരങ്ങൾ നൽകി സന്തോഷിപ്പിക്കണം. ഈശ്വരീയ കഥകളും കീർത്തനങ്ങളും കേട്ട് മനസ്സിനെ എപ്പോഴും സാത്വിക ഭാവത്തിൽ നിർത്തണം. കാരണം അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്. ആ കുഞ്ഞ് അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അമ്മയുടെ മാനസികമായ വികാര വിചാരങ്ങൾ കുഞ്ഞിൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കു വഹിക്കുന്നുണ്ട്. പ്രഹ്ലാദന്റെ കഥയും മറ്റും ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വനവാസകാലത്ത് പല ആശ്രമങ്ങളിലും കഴിഞ്ഞ ഓർമ്മ സീതയ്ക്കുണ്ട്. അതിനാലാണ് ഗർഭകാലത്ത് സന്തോഷമായി കഴിയുവാൻ സീത ആശ്രമാന്തരീക്ഷം വേണമെന്നാഗ്രഹിച്ചത്. വ്യക്തിധർമ്മത്തെക്കാൾ വലുതാണ് രാജ്യധർമ്മം. അവധിയെടുത്ത് ഭാര്യയോടും മകനോടും ഒപ്പം കഴിയാൻ വീട്ടിലേക്ക് വന്ന ഒരു പട്ടാള ഓഫീസറെ പെട്ടെന്നുണ്ടായ യുദ്ധം കാരണം തിരികെ വിളിക്കുകയാണെന്ന് കരുതൂ. അദ്ദേഹം ഭാര്യയോടും മകനോടൊപ്പം ഇരിക്കണോ, യുദ്ധത്തിന് പോകണോ? രാജ്യം ഉണ്ടെങ്കിലല്ലേ ജനങ്ങൾ ഉണ്ടാകൂ, വീടുണ്ടാകൂ. ഒരു പട്ടാളക്കാരൻ പോലും ആദ്യം ചിന്തിക്കേണ്ടത് രാജ്യത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞാണ് ഭാര്യയും മകനും. അപ്പോൾ ധർമ്മവിഗ്രഹമായ രാമന് ഇങ്ങനെയൊരു അവസരത്തിൽ മറ്റെന്ത് ചെയ്യുവാനാകും? രാമന് സീതയെ നന്നായി അറിയാം. ഒരു അലക്കുകാരൻ പറഞ്ഞത് നുണയാണെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ രാജ്ഞിയെക്കുറിച്ചും രാജാവിനെക്കുറിച്ചും സംശയത്തിൻ്റെ ചെറുനിഴൽ പോലും വീഴാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവനാണ് രാമൻ. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എത്ര ശ്രദ്ധയോടെയാണ് കഴിയേണ്ടതെന്ന് കാട്ടിത്തരുകയാണ് രാമൻ. രാജാവായിരിക്കുമ്പോൾ രാജധർമ്മമാണ് മുഖ്യം. പ്രജകളുടെ ക്ഷേമമാണ് പ്രധാനം. ഒരു രാജ്യത്ത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും രാജ്യമാണ് പ്രധാനം. അതിനുശേഷമേ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും സ്ഥാനമുള്ളൂ. അതാണ് രാമൻ കാണിച്ചു തരുന്ന മാതൃക. അത് അവരോട് കാട്ടുന്ന ദ്രോഹമല്ലേ എന്ന് തോന്നും. മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നാം. പക്ഷേ രാജ്യകാര്യങ്ങളിൽ ചുമതല വഹിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് രാമൻ സ്വജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. ഒരു ഉത്തമ ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്ന് രാമൻ പറയുകയല്ല, സ്വജീവിതത്തിലൂടെ മാതൃകയാവുകയാണ്. ഗർഭിണിയായ സീതയെ രാമൻ ഉപേക്ഷിച്ചു എന്ന് മറ്റുള്ളവരാണ് ചിന്തിക്കുന്നത്. രാമന് സീതയെ ഒരിക്കലും ഉപേക്ഷിക്കാനാവില്ല. അവരുടെ ബന്ധം അങ്ങനെ ഉള്ളതാണ്. സീതയുടെ സ്ഥാനം എന്നും രാമന്റെ ഹൃദയത്തിലായിരുന്നു. അതുപോലെ രാമൻ വസിച്ചിരുന്നത് സീതയുടെ ഹൃദയത്തിലായിരുന്നു. അവരെ ആർക്കും വേർപിരിക്കാനാവില്ല. രാമൻ ധർമ്മമൂർത്തിയാണെന്ന് മറ്റാരേക്കാളും ഉറപ്പുള്ളയാളാണ് സീത. അന്നത്തെ രാജാക്കന്മാർക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം. എന്നാൽ യജ്ഞം നടത്തിയ സമയത്ത് പോലും രാമൻ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഉണ്ടായില്ല. ഭാര്യ കൂടാതെ യജ്ഞം നടത്താൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഭാര്യയുടെ സ്ഥാനത്ത്
സീതയുടെ ഒരു സ്വർണ്ണ പ്രതിമ വച്ചിട്ടാണ് യജ്ഞം പൂർത്തിയാക്കിയത്. സീതയുടെ ആഗ്രഹം പോലെ ഗർഭകാലത്ത് സീതയ്ക്ക് വാൽമീകി ആശ്രമത്തിൽ കഴിയാനും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ജന്മം നൽകുവാനും സാധിച്ചു. ഭർത്താവിൻ്റെ ധർമാനുഷ്ഠാനത്തിന് പിന്തുണയേകുന്നവളാണ് പത്നി. അതായിരുന്നു സീത. ഭരണാധികാരികൾ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. എപ്പോഴും അവർ ധർമ്മപക്ഷത്ത് തന്നെ ആയിരിക്കണം. അവരെ ഉദാഹരിച്ചും കൊണ്ട് തെറ്റ് ചെയ്യുവാൻ ആർക്കും അവസരം നൽകരുത്. യഥാ രാജ തഥാ പ്രജ എന്ന് പറയാറില്ലേ? രാജാവിനെ ജനങ്ങൾ അനുകരിക്കും. അതിനാൽ ഓരോ വാക്കിലും പ്രവൃത്തിയിലും അവർ വളരെ ഏറെ ശ്രദ്ധിക്കണം. നമഃ ശിവായ. ഹരി ഓം.